KSRTC മാറ്റത്തിന്റെ പാതയിലാണെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ചങ്ങനാശ്ശേരിയിൽ പുതുതായി നിർമ്മിക്കുന്ന KSRTC ബസ് സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. KSRTCയിൽ ഒട്ടേറെ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. 1-2 മാസത്തിനുള്ളിൽ തന്നെ ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം കൊടുത്തു തുടങ്ങും. പെൻഷനും കൃത്യമായി നൽകും. സാധാരണക്കാർക്കും എയർ കണ്ടീഷൻ ബസ്സിൽ യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കും. ഇതിനായി ഏതാനും സ്വിഫ്റ്റ് ബസ്സുകൾ വലിയ ചാർജ് വർധനയില്ലാതെ AC ആക്കും. കേരളത്തിന്റെ യാത്രാ സംസ്കാരം തന്നെ മാറാൻ ഇത് കാരണമാകുമെന്നും മന്ത്രി പറഞ്ഞു. ബഹുമാനപ്പെട്ട PWD മന്ത്രിയുടെ ഇടപെടലിന്റെ ഭാഗമായി യാതൊരുവിധ സെന്റേജ് ചാർജുകളും ഇല്ലാതെ ഗവൺമെന്റ് മന്ദിരങ്ങൾ നിർമ്മിക്കുന്ന അതേ മാനദണ്ഡത്തിൽ KSRTCയുടെ മുഴുവൻ വർക്കുകളും ഇനി PWD ചെയ്യുമെന്ന് തീരുമാനിച്ചു. മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ജീവനക്കാർ എന്റെ കൂടെ സഹകരിക്കുന്നതുകൊണ്ട് 10-18 മാസമായി അവർ ശമ്പളം പല പീസായിട്ടാണ് വാങ്ങിച്ചത്. അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, കഴിഞ്ഞ 3-4 മാസമായി നിങ്ങൾ ശമ്പളം ഒരുമിച്ച് വാങ്ങുന്നുണ്ട്. പക്ഷേ 13-ാം തീയതി 15-ാം തീയതി കിട്ടും. ഒരാശങ്കയും വേണ്ട. ഈ മാസം 5-ാം തീയതിക്ക് മുമ്പ് നിങ്ങളുടെ ശമ്പളം കയ്യിൽ തരും. അടുത്ത മാസം 1-ാം തീയതി തരും. 1-ാം തീയതി കൃത്യമായി വണ്ടി പോവുകയും വരികയും ചെയ്താൽ ആളുകൾ അത് ഇഷ്ടപ്പെടും. ചലോ ആപ്പുമായി ഒരു എഗ്രിമെന്റ് എത്തിയിട്ടുണ്ട്. ചലോ ആപ്പ് എന്നൊരു ആപ്പ് വരാൻ പോവുകയാണ്. ആ ആപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ എല്ലാ ടിക്കറ്റ് മെഷീനും എല്ലാ വണ്ടിയുടെ നിൽക്കുന്ന പൊസിഷനും GPS വഴി ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ആപ്പിൽ കിട്ടും. ജീവനക്കാർക്ക് രാത്രി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയാൽ കോവിഡിന് ശേഷം നിലച്ചുപോയ മണിമല സ്റ്റേ ബസ് സർവീസ് പുനരാരംഭിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകി. കോവിഡ് കാലഘട്ടത്തിൽ നിലച്ചുപോയ മണിമല സ്റ്റേ സർവീസ് ജീവനക്കാർക്ക് ആവശ്യമായ മിശ്രമേറി MLA അറേഞ്ച് ചെയ്യുന്ന മുറയ്ക്ക് ആരംഭിക്കുന്നതായിരിക്കും. KSRTCയിൽ വരാൻ പോകുന്ന ഒരു വലിയ മാറ്റം അത് നിങ്ങൾക്ക് മനസ്സിലാവും. വെറുതെ പറയുന്നില്ല, വെറുതെ തള്ളുന്നതല്ല. ആ മാറ്റം നിങ്ങൾക്ക് പ്രകടമായി മനസ്സിലാവും. ഈ അടുത്തൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു പരിപാടി പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ജോബ് വന്ന് പറഞ്ഞു, ഉടനെ നമ്മൾ ടെൻഡർ വിളിക്കാൻ ഏർപ്പാട് ചെയ്തു. 7.05 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത്. 905 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 2 നിലകളിലായാണ് കെട്ടിടം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ശീതീകരിച്ച ഡോർമെറ്ററി സൗകര്യം ഉൾപ്പെടെ ഉണ്ടാകും. ഉദ്ഘാടന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ, KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ, KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM ഷറഫ് മുഹമ്മദ്, ട്രിവാൻഡ്രം സ്പിന്നിംഗ് മിൽ ചെയർമാൻ സണ്ണി തോമസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, KSRTC ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്ന വേദിയിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി BJP പ്രവർത്തകർ. ഒരേ ടെർമിനൽ വീണ്ടും ഉദ്ഘാടനം ചെയ്ത് ചങ്ങനാശ്ശേരിയിലെ ജനങ്ങളെ ജോബ് മൈക്കിൾ MLA വഞ്ചിക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. BJP ചങ്ങനാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. KSRTC ബസ് സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനം 3 വർഷം മുമ്പ് അന്നത്തെ ഗതാഗത മന്ത്രി ആന്റണി രാജു നിർവഹിച്ചതാണെന്നും മന്ത്രി ഗണേഷ് കുമാർ വീണ്ടും ഉദ്ഘാടനം ചെയ്ത് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. BJP മണ്ഡലം പ്രസിഡന്റ് രതീഷ് ചെങ്കിലാത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറി കണ്ണൻ പായിപ്പാട്, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സാജൻ കുരിശിങ്കൽ പറമ്പിൽ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് ചന്ദ്രൻ, നേതാക്കളായ ശ്രീകുമാർ തോപ്പിൽ പറമ്പിൽ, സുദർശൻ പിള്ള, KK സുനിൽകുമാർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയപ്പോൾ ലായിക്കാട് ഭാഗത്ത് വെച്ചാണ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. KSRTC ബസ് സ്റ്റാൻഡിന്റെ 2ാമത്തെ ഉദ്ഘാടനം ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും നികുതി പണം ധൂർത്തടിക്കുകയാണ് സർക്കാരെന്നും ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം ഭാരവാഹികൾ മന്ത്രി ഗണേഷ് കുമാറിനെ കരിങ്കൊടി കാട്ടിയത്. പോലീസ് ഉദ്യോഗസ്ഥർ തടയാൻ ശ്രമിച്ചെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ വാഹനത്തിന്റെ സമീപം വരെ കരിങ്കൊടിയുമായി പാഞ്ഞെത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡെന്നിസ് ജോസഫ്, ബ്ലോക്ക് ഭാരവാഹികളായ ടോണി കുട്ടമ്പേരൂർ, അശ്വിൻ ജിയോ എബ്രഹാം, നിജു വാണിപ്പുരയ്ക്കൽ എന്നിവരാണ് പ്രതിഷേധിച്ചത്. ബജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർധനവിനുമെതിരെ കോൺഗ്രസ് പ്രതിഷേധം. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിൽ ധർണാ സമരം.
കേട്ടിട്ടുണ്ടോ നാട്ടാരെ? കേട്ടിട്ടുണ്ടോ നാട്ടാരെ? കേട്ടിട്ടുണ്ടോ നാട്ടാരെ? കേട്ടിട്ടുണ്ടോ നാട്ടാരെ? ഇതുപോലൊരു വർദ്ധനവ്. ഭൂനികുതി വർധനവിനും ബജറ്റ് നിർദ്ദേശങ്ങൾക്കുമെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. നെടുമുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വില്ലേജ് ഓഫീസ് ധർണാ സമരം DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഭൂനികുതി 50% വർദ്ധിപ്പിച്ച് സാധാരണ ജനത്തെ സർക്കാർ കൊള്ളയടിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. 100 രൂപയിലധികമുള്ള വർധനവാണ് ഉണ്ടാകുന്നത്. അത് നഗരമേഖലയിലാകുമ്പോൾ 972 രൂപയുടെ വർധനവുണ്ടാകുന്നത്. കോർപ്പറേഷൻ പരിധി വരുമ്പോൾ ഏകദേശം 2000 രൂപയ്ക്ക് അടുത്തുള്ള വർധനവുണ്ടാകുന്നു. നമുക്കറിയാം, കാർഷിക മേഖലയിൽ നിന്നും പല ആളുകളും ലാഭമില്ലാത്തതിൻ്റെ പേരിൽ, മുടക്കുമുതൽ ലഭിക്കാത്തതിൻ്റെ പേരിൽ, അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കാത്തതിൻ്റെ പേരിൽ കാർഷിക വൃത്തി ഉപേക്ഷിച്ചുകൊണ്ട് കിട്ടുന്ന വിലയ്ക്ക് സ്ഥലമൊക്കെ വിറ്റുകൊണ്ട് ഇവിടെ നിന്ന് പലായനം ചെയ്യുവാനായിട്ടുള്ള ശ്രമം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കർഷകരെ സഹായിക്കുവാനായി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ കർഷകരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്ന രീതിയിലുള്ള നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രസംഗനും ഒക്കെ സൂചിപ്പിച്ചു. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ 2 പെൻഷനും അതിലധികം പെൻഷനും സാധാരണ ജനങ്ങൾക്ക് നൽകുമായിരുന്നു. പിണറായി സർക്കാർ വന്നപ്പോൾ ഈ 2 പെൻഷൻ എന്നുള്ളത് ഒറ്റ പെൻഷനാക്കി. നെടുമുടി നോർത്ത് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് NV ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് അംഗം VK സേവ്യർ മുഖ്യപ്രഭാഷണം നടത്തി. സൗത്ത് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റോബർട്ട് ജോൺസൺ, ലാലിച്ചൻ പള്ളിവാതുക്കൽ, PS തോമസ്, മജിദ് മുല്ലശ്ശേരിൽ, സജു കടമാട്, NS കുഞ്ഞുമോൻ, വർഗീസ് ജോസഫ്, സത്യമ്മ അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് വെളിയനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിനു മുന്നിൽ നടത്തിയ ധർണാ സമരം DCC വൈസ് പ്രസിഡന്റ് ടിജിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കറിയാം, സകല മേഖലയിലും വെള്ളക്കരം കൂട്ടി, കറണ്ട് ചാർജ് കൂട്ടി, തൊഴിൽ കരം കൂട്ടി, വീടിന്റെ കരം കൂട്ടി, ഏത് മേഖലയിലാണ് പെട്രോളിന്റെ വില കൂടി, സെക്സ് അനുവദിച്ചു, ഇവിടെ ഡീസലിന്റെ വില കൂടി. ഇന്ന് രാവിലെ എടത്തുവായിൽ കൂടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഓട്ടോക്കാരൻ വളരെ ദയനീയമായി എന്നോട് വന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരാ, ഞങ്ങൾ ഓട്ടോക്കാർ എടത്തുവായിൽ 10-70 പേരുണ്ട്. CITUക്കാരും BMSകാരും എല്ലാവരും 10-200 പേരിൽ പാർട്ടി ഭേദമന്യേ 10-60 പേര് അടുത്ത ദിവസം കോൺഗ്രസ്സുകാരെ കാണാനിരിക്കുകയായിരുന്നു. ഞങ്ങൾ സമരം ചെയ്യാൻ വരുന്നു. ഗണേശിന്റെ വകുപ്പ് നിയമപ്രകാരം, പുതിയ പരിഷ്കാര പ്രകാരം മീറ്റർ ഓടണം. അതിനകത്തുള്ള കാര്യമൊക്കെ ശരിയാണ്. മീറ്റർ ഓടുമ്പോൾ നേരത്തെ 30 രൂപ ഒരു കിലോമീറ്ററിന് ഇപ്പൊ കിട്ടുമെങ്കിൽ അത് 15 രൂപയായിട്ട് കുറയുന്ന സിസ്റ്റമാണ്. മണ്ഡലം പ്രസിഡന്റ് G സൂരജ് അധ്യക്ഷത വഹിച്ചു. NC ബാബു, TD അലക്സാണ്ടർ, AK സോമനാഥൻ, അലക്സാണ്ടർ വാഴയിൽ, D ബിജോമോൻ, AK കുഞ്ചെറിയ, ബാബു കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ബജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർധനവിനുമെതിരെ ചമ്പക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചമ്പക്കുളം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി JT റാംസെ ഉദ്ഘാടനം ചെയ്തു. ഒരു രാജ്യത്ത് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭരണകൂടമായി പിണറായി ഭരണകൂടം മാറിയിരിക്കുന്നു. തൊഴിലാളികളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന സാധാരണക്കാരന്റെ ഗവൺമെന്റ് ആണെന്നാണ് പിണറായി ഗവൺമെന്റിനെ പറ്റി അഭിമാനിച്ചിരുന്ന ഈ നാട്ടിലെ സാധാരണക്കാരെങ്കിൽ അവരുമായി ഒരു പുലബന്ധം പോലും ഇല്ലാത്ത രീതിയിലാണ് ബഡ്ജറ്റും നികുതി ഭാരവും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. കുട്ടനാട്ടിലെ കാർഷിക മേഖലയ്ക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാത്ത ഒരു ഗവൺമെന്റായി മാറിയിരിക്കുന്നു. പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് സൈറിഷ് ജോർജ് അധ്യക്ഷനായിരുന്നു. കുട്ടനാട് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം, ഹരികുമാർ MS, ഷാജി മുടന്നാഞ്ചലി, രാധാമണി ടീച്ചർ, ഉഷ സുഭാഷ്, മറിയമ്മ ഫിലിപ്പ്, മിനി ജെയിംസ്, മോളി അലക്സ്, പ്രദീപ് കുമാർ കടമ്പിൻതറ തുടങ്ങിയവർ സംസാരിച്ചു. മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിലേക്കുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻ മുനിസിപ്പൽ ചെയർമാൻ സെബാസ്റ്റ്യൻ മണവേൽ ഏകദിന ഉപവാസ സമരം നടത്തി. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ MLA പ്രശ്നത്തിൽ ഇടപെടണമെന്നും ആവശ്യം.
ചങ്ങനാശ്ശേരി പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ജനറൽ ആശുപത്രിയെ ആശ്രയിക്കുന്നത് ചങ്ങനാശ്ശേരിക്കാർ മാത്രമല്ല, കിഴക്കൻ മേഖലകളിൽ നിന്നുള്ളവരും കുട്ടനാട്ടിൽ നിന്നുള്ള സാധാരണ ജനങ്ങളും ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയാണിത്. ആശുപത്രിയിലേക്കുള്ള റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും ഇനിയും പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് മുൻ മുനിസിപ്പൽ ചെയർമാൻ സെബാസ്റ്റ്യൻ മണമേൽ ഒറ്റയാൾ സമരവുമായി എത്തിയത്. ജനങ്ങളുടെ ദുരിതം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച അദ്ദേഹം ഏകദിന ഉപവാസ സമരം നടത്തി. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഏതാനും ആഴ്ചകൾ കൊണ്ട് പൂർത്തിയാക്കാമായിരുന്ന റോഡ് നിർമ്മാണം വൈകിപ്പിക്കുന്നതിൽ എന്തോ ഗൂഢലക്ഷ്യമുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. റോഡുകളും കെട്ടിടങ്ങളും പൊളിച്ചിട്ട് നിർമ്മാണം പൂർത്തിയാക്കാതെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്നതാണ് ചങ്ങനാശ്ശേരിയുടെ പുതിയ ശൈലിയെന്നും സെബാസ്റ്റ്യൻ മണമേൽ പരിഹസിക്കുന്നു. ഏതാണ്ട് 2.5 മാസമായി നവീകരണത്തിൻ്റെ പേര് പറഞ്ഞ് നൂറുകണക്കിന് ഓട്ടോറിക്ഷക്കാരെയും വ്യാപാരികളെയും നൂറുകണക്കിന് രോഗികളെയും ബുദ്ധിമുട്ടിക്കുന്ന, അതിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ദിവസം ഈ വഴിയിൽ ഞാൻ ഏകനായി ഉപവാസം ഇരിക്കുന്നത്. ടെക്നോളജി ഇത്രയും വളർന്നിട്ട് ഈ കാലഘട്ടത്തിൽ 2.5-3 മാസക്കാലമായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ രീതിയിലുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് തന്നെ ഏത് സർക്കാർ ഓഫീസുകളായാലും എല്ലാം പൊളിച്ചിട്ടിട്ട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രം പണിയുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. നവീകരണത്തിനായി റോഡ് പൊളിച്ചിട്ടതോടെ കഴിഞ്ഞ 2.5 മാസമായി ഓട്ടോറിക്ഷക്കാർ, വ്യാപാരികൾ, യാത്രക്കാർ തുടങ്ങിയ എല്ലാ വിഭാഗം ജനങ്ങളും ദുരിതം അനുഭവിക്കുകയാണ്. ഇതിന് പരിഹാരം കാണാൻ വിഷയത്തിൽ MLA ഉടൻ ഇടപെടണമെന്നും അനാസ്ഥ തുടരാനാണ് ഭാവമെങ്കിൽ സംഘടനാ തലത്തിൽ ശക്തമായ സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നും സെബാസ്റ്റ്യൻ മണമേൽ പറഞ്ഞു. കൃഷിക്കും ഉൽപാദന മേഖലയ്ക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും പരിഗണന നൽകി വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ബീന ജോസഫാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 14ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഉൽപാദന മേഖലയിൽ വനിതാ ഗ്രൂപ്പുകളെ കണ്ടെത്തി അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൻ്റെ ഭാഗമായി ചെറുകിട ഇടത്തര സംരംഭങ്ങൾക്ക് ധനസഹായവും വിവിധ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് പദ്ധതികളും പുതിയ തരം ഫലങ്ങൾ കൃഷി ചെയ്യുന്നതിന് പ്രോത്സാഹനമായി പദ്ധതിയിൽ തുക വകയിരുത്തിയും പാടശേഖരങ്ങൾക്ക് പുറംബണ്ട് സംരക്ഷണം, പാടശേഖരങ്ങൾക്ക് പമ്പ് സെറ്റ് നൽകൽ മുതലായ പദ്ധതികളിലൂടെ ഉൽപാദന മേഖലയിൽ കൂടുതൽ ഫണ്ടും വകയിരുത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റിനാണ് 2025-26 വർഷം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനമനുസരിച്ച് 2030ഓടെ 14 ഇന കാര്യങ്ങളിൽ സ്വയം പര്യാപ്തരാവണമെന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം 2024 ബഡ്ജറ്റിൽ തുടക്കം കുറിച്ചുകൊണ്ട് അതിൻ്റെ ഫലമായി വെളിനാട് ബ്ലോക്കിലെ പഞ്ചായത്തിലെ 6 പഞ്ചായത്തുകളിലായുള്ള അതിദരിദ്രരെ കണ്ടെത്തിക്കൊണ്ടും അലഞ്ഞു നടക്കുന്നവരെ അഭയകേന്ദ്രങ്ങളിലെത്തിച്ചും ഭക്ഷണം പാകം ചെയ്യാൻ പറ്റാത്തവർക്ക് ഭക്ഷണം നൽകുന്നതിനുള്ള ക്രമീകരണവും ബ്ലോക്ക് പഞ്ചായത്തിലെ നികുതിയേതര വരുമാനവും ജനറൽ പർപ്പസ് ഫണ്ടും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതവും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഫണ്ടുകളും മറ്റു വരവുകളും ചേർത്ത് 9,80,98,850 രൂപ വരവും 8,07,98,000 രൂപ ചെലവും 1,73,850,000 രൂപയുടെ നീക്കിയിരിപ്പുമുള്ള മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. ഉത്പാദന മേഖലയിൽ വനിതാ ഗ്രൂപ്പുകളെ കണ്ടെത്തി അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ധനസഹായം നൽകൽ, വിവിധ യൂണിറ്റുകൾ സ്ഥാപിക്കൽ, പുതിയ ഇനം ഫലവർഗ കൃഷി, പാടശേഖരങ്ങളിൽ പുറംബണ്ട് സംരക്ഷണം, പാടശേഖരങ്ങൾക്ക് പമ്പ് സെറ്റ് തുടങ്ങിയ പദ്ധതികൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് PK വേണുഗോപാൽ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ശ്രീകുമാർ, നീനു ജോസഫ്, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ സബിത രാജേഷ്, ആശാദാസ്, അഡ്വക്കേറ്റ് പ്രീതി സജി, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബിൻസി ഷാബു സത്യപ്രതിജ്ഞ ചെയ്തു. മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ബിൻസി ഷാബു എന്ന ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും
ഭയാശങ്കയോ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കാമെന്ന് ഈശ്വരനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്തോളും. പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരമ്യ, സെക്രട്ടറി ഭാമാദേവി, UDF മണ്ഡലം ചെയർമാൻ ബ്ലസ്റ്റൺ തോമസ്, റോയ് ഊരാംവേലിൽ, ബൈജു കെ ആറുപറ, VN വിശ്വംഭരൻ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. എടത്വ പയസ്ഡന്റ് ITIയിലെ വിദ്യാർത്ഥികൾക്കായി ഫയർ ആൻഡ് റെസ്ക്യൂ ബോധവത്കരണ സെമിനാറും പരിശീലന പരിപാടികളും സംഘടിപ്പിച്ചു. എടത്വ YMCA, കുട്ടനാട് തകഴി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. എടത്വ പയസ്ഡന്റ് ITI മാനേജർ ഫാദർ റജി കുന്നത്ത് SJ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഈ ദിവസങ്ങളിൽ നമ്മോടൊപ്പം വന്ന് നമുക്ക് വേണ്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ, നമ്മളെ ഉദ്ബോധിപ്പിക്കുവാൻ ഇവിടെ തകഴി യൂണിറ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനത്തിൽ YMCA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഐസക് രാജു അധ്യക്ഷനായിരുന്നു. ഫയർ സ്റ്റേഷൻ ഓഫീസർ S സുരേഷ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ V ബിബിൻ, VP പ്രിൻസ് എന്നിവർ ഫയർ സേഫ്റ്റി, ലൈഫ് സേഫ്റ്റി എന്നിവയിൽ പരിശീലനം നൽകി. എത്ര എണ്ണ കൊടുക്കണ്ടേ? ശ്വാസം എത്ര കൊടുക്കണ്ടേ? രണ്ടെണ്ണം കൊടുത്തോ? ഇല്ല, ഒന്നുകൂടെ കൊടുക്കും. ഇത് സമയം വൈകി ആള് മരിച്ചു പോകുന്നു. കൊടുത്ത് ഇനി വീണ്ടും എന്ത് ചെയ്യണം? അടുത്തത് അങ്ങനെ നിർത്താവുന്ന ചെയ്തേ. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5. അയാളുടെ സമീപത്തായിട്ട് മുട്ടുകുത്തിയിരുന്ന് 2 കൈകൾ കൊരുത്തു പിടിച്ച്, അല്ലേ, അയാളുടെ ഈ ഭാഗം, അതായത് ഇങ്ങനൊരു ലൈനും വായിച്ച് രണ്ടുകൂടെ ജോയിൻ ചെയ്ത് ഈ ഒരു സെൻട്രൽ പോർഷനിൽ നമ്മൾ ആ ഭാഗത്ത് കൈയുടെ ഈ ഭാഗം കൊണ്ട് വേണം നമ്മൾ കൊടുക്കാൻ. കൈമുട്ട് വളയാൻ പാടില്ല. എത്ര കംപ്രഷൻ കൊടുക്കണം? 30 കംപ്രഷൻ. എത്ര താഴണം? ഒരു 5 സെന്റിമീറ്റർ താഴണം. അതേപോലെ 30 കംപ്രഷൻ കഴിഞ്ഞാൽ 2 കൃത്രിമശ്വാസം. അതെങ്ങനെ കൊടുക്കണം? 30 2 4 എണ്ണം കൊടുക്കും. ഒരു സൈക്കിൾ കഴിഞ്ഞാൽ വീണ്ടും നോക്കുക, അയാൾക്ക് പൾസ് ഉണ്ടോ, ശ്വസിക്കുന്നത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനിടയ്ക്ക് വണ്ടി വന്നാൽ എത്രയും പെട്ടെന്ന് വണ്ടി കൊണ്ടുവരിക, വണ്ടിക്കകത്ത് കയറ്റി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഈ പ്രക്രിയ തുടർന്നു. എടത്വ പമ്പ നദിയിൽ നഷ്ടപ്പെട്ട സ്വർണ്ണമോതിരം മുങ്ങിയെടുത്ത ഫയർ ആൻഡ് റെസ്ക്യൂ സ്കൂബ ഡൈവർ U സുമേഷിന് YMCA ജോർജ് വില്യംസ് അവാർഡ് ITA പ്രിൻസിപ്പാൾ എലിസബത്ത് തോമസ് നൽകി ചടങ്ങിൽ ആദരിച്ചു. YMCA സെക്രട്ടറി പ്രസാദ് P വർഗീസ്, വിദ്യാർത്ഥികളായ ഹരിപ്രസാദ്, സോണിമോൻ വർഗീസ് എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘിന്റെ നേതൃത്വത്തിൽ RT ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണം എന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട് കിഴക്ക് പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് CG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് J മനോജ്, മേഖലാ പ്രസിഡന്റ് പുരുഷോത്തമൻ, ജില്ലാ ഭാരവാഹികളായ പ്രവീൺ കുമാർ, അബ്ദുൽ കലാം, രമേശ് ആലപ്പുഴ എന്നിവർ നേതൃത്വം നൽകി. മാന്നാറിൽ ഉത്സവത്തിനിടെ പോലീസിന് നേരെ ആക്രമണം, 2 പേർ അറസ്റ്റിൽ. മാന്നാർ ചെന്നിത്തല തൃപ്പെരുന്തുറ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കാളകെട്ടിനിടെയാണ് പോലീസിന് നേരെ ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെന്നിത്തല തൃപ്പെരുന്തുറ കാവിൽ തറയിൽ സുമേഷ്, എണ്ണക്കാട് കാക്കനാട്ടേത്ത് വീട്ടിൽ ജെയ്സൺ സാമുവൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഉത്സവത്തിന്റെ സംഘാടകരും കാളകെട്ട് സമിതി അംഗങ്ങളുമായി പ്രദേശത്ത് സംഘർഷമുണ്ടായിരുന്നു. ഇതറിഞ്ഞ് സ്ഥലത്തെത്തിയ മാന്നാർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ അരവിന്ദ്, വിഷ്ണു, നിധിൻ എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത്. തുടർന്ന് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ MC അഭിലാഷ്, SI CS അഭിരാം എന്നിവരുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ പിടിയിലാകാനുള്ളതായും അവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു. ചിങ്ങവനം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും അവാർഡ് ദാനവും നടന്നു. ആതുരാശ്രമം സെക്രട്ടറി ഡോക്ടർ EK വിജയകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് S രതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തപസ്യ കലാസാഹിത്യവേദി അംഗം PK ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ് ബിനു പുളിവേലിക്കൽ, SNDP യൂണിയൻ കമ്മിറ്റി അംഗം KK പ്രസാദ്,
NSS ചിങ്ങവനം കരയോഗം സെക്രട്ടറി സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഇന്നത്തെ അറിയിപ്പുകൾ. സ്കോൾ കേരള മുഖേന സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും നാഷണൽ ഹെൽത്ത് മിഷന്റെയും സഹകരണത്തോടെ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ നഴ്സിംഗ് കെയർ കോഴ്സ് 2ാം ബാച്ചിലേക്ക് പ്രവേശനം നീട്ടി. മാർച്ച് 15 വരെ പിഴയില്ലാതെയും 25-ന് ശേഷം 100 രൂപ പിഴയോടെയും ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. നേരത്തെ രജിസ്ട്രേഷൻ ചെയ്തവർ 2 ദിവസത്തിനകം അപേക്ഷയുടെ പ്രിന്റൌട്ടും അനുബന്ധ രേഖകളും സംസ്ഥാന ജില്ലാ ഓഫീസുകളിൽ നേരിട്ടോ തപാൽ വഴിയോ എത്തിക്കണം. വിശദ വിവരത്തിന് 0481 330 443 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി സംഘടിപ്പിക്കുന്ന 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ എന്നീ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC +2 ഡിഗ്രി പാസ്സായവർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 799 49 26 081 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7950 രൂപ, പവന് 63600 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.